അടുത്തതായി ഈ വേദിയിലേക്ക് എത്തുന്നു ശ്രീ ഗോപിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജൻ. നമ്മളോട് രാജൻ വന്ന വിവരം നമ്മളോട് പറഞ്ഞിട്ടില്ല. ഒരു പ്രാവശ്യം പറയാതെ വരാന്ന് വിചാരിച്ചില്ല. പറയാതെ ജീവിതത്തിലേക്ക് വന്ന ഒരാളാണ് ഒരിക്കലല്ലേ. ട്രാൻസ്ഫോർമറിൻ്റാണ്. ഈ പ്രാവശ്യം വിളിക്കാതെ ആവട്ടെ വിചാരിച്ചു. അല്ല, അത് അന്ന് വിളിക്കാതെ വന്നതുകൊണ്ടാണല്ലോ. പിന്നെ രാജനാണ് അന്ന് മാജിക്കിൻ്റെ സാധനങ്ങൾ മുഴുവൻ അതിന് ശേഷം ഞാൻ പറയാം, ഈ ഒരു ഇഷ്യൂ ഒക്കെ നടന്നതിന് ശേഷം, ഈ സൂയിസൈഡ് അറ്റംപ്റ്റും പ്രശ്നമൊക്കെ കഴിഞ്ഞതിന് ശേഷം. അല്ല, അതിനെക്കുറിച്ച് നമുക്ക് പറയണമല്ലോ. ഞങ്ങൾ പിന്നെ അവിടെ എന്നും ഈ ട്രാൻസ്ഫോമിൻ്റെ അടിയിലിരിക്കും. കുറച്ചിങ്ങനെ പുൽമേടുണ്ട്, അവിടെ ഇരുന്ന് കാറ്റുകൊണ്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യലും അവിടുന്ന്. അപ്പോൾ ഒരു ദിവസം ഞാൻ ചെന്നപ്പോണ്ട് നേരെ ട്രാൻസ്ഫോമിൻ്റെ അടുക്കില്ലാണ് പിടിക്കാനുള്ള പരിപാടി. ഞാൻ ചെന്നിട്ട് വലിച്ചിട്ട് ശക്തിയിലിട്ട് വലിച്ചിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചു. ഇനി വയ്യ, മതി, ഇനി ഇത് സാധിക്കില്ല എന്ന് പറഞ്ഞു. സൂയിസൈഡ് അറ്റംപ്റ്റ് ആണെന്ന് മനസ്സിലായി. കാരണം ഞാൻ സ്ഥിരം കാണണമല്ലേ. ആദ്യം സങ്കടം തോന്നി, വളരെയധികം സങ്കടം. ഈ മാജിക്കിന് വേണ്ട, നീ വേറെ എന്തെങ്കിലും പണിക്ക് പോകുമെന്ന് അങ്ങനെ പറയാൻ തോന്നിയോ? സ്വാഭാവികമായിട്ട് അങ്ങനെ പറയുമല്ലോ. കാരണം അന്ന് പറഞ്ഞു നമുക്ക് ഈ വണ്ടി വിറ്റിട്ട് നമുക്ക് മറ്റെന്തെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ ഉണ്ണണതും ഉറങ്ങണതും മുഴുവൻ മാജിക്കിന് വേണ്ടിയാണ്. അതിനെപ്പറ്റി ചർച്ചയുള്ളൂ. പിന്നത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഉറപ്പായി. അപ്പോൾ പിന്നെ വീണ്ടും അതിൽ തന്നെ തുടർന്നു. ആശാരിപ്പണിയെടുക്കും എൻ്റെ ഒപ്പം. പൈസ ഇല്ലല്ലോ, ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അപ്പം തന്നെ ചർച്ച മാജിക് അന്നും ഇന്നും. നൃത്തം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇന്ദ്രാണി ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചർ UP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെ വരുന്നു. ടീച്ചറുടെ ഒരു ക്ലാസ് തുടങ്ങുന്നു എന്ന് പറയുന്നത് ഡാൻസ് പഠിക്കാൻ വേണ്ടി ചേരുകയാണ്. അന്ന് ഞാൻ മാത്രമാണ് ഒരു ആൺകുട്ടിയായിട്ട് ചേരുന്നത്. അപ്പോൾ ഡാൻസ് ടീച്ചറുടെ കീഴിൽ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ടീച്ചറുടെ കൂടെ ഒരു പെർഫോമൻസിന് കോഴിക്കോട് പോകുമ്പോഴാണ് RK മലയത്തിനെ ഞാൻ പരിചയപ്പെടുന്നത്. പരിചയപ്പെടുത്തിയത് ടീച്ചറാണ്, ഇന്ദ്രാണി ടീച്ചറാണ്. അതൊരു വല്ലാത്തൊരു ഒരു നിമിത്തമാണ്. ഇപ്പോൾ ഇന്ദ്രാണി ടീച്ചറിൻ്റെ ജീവിതത്തിൽ മറ്റൊരു ഇതാണ്. പിന്നെ അപ്പോൾ അന്ന് പെൺവേഷം കെട്ടിയിട്ടൊക്കെ ഡാൻസ് ഒക്കെ ചെയ്യും. കുഞ്ഞിപ്പാത്തുമ്മയുടെ വേഷം കെട്ടിയിട്ട് അത് ആ പുസ്തകത്തിൽ കണ്ടിട്ടുണ്ട്. അന്ന് ഡാൻസ് പഠിച്ചതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഞാൻ പെർഫോം ചെയ്യുന്ന സമയത്ത് ആ പെർഫോമൻസിനകത്ത് ഒരു മെയ് വഴക്കം അല്ലേ? തീർച്ചയായിട്ടും മെയ് വഴക്കം. അതുപോലെ തന്നെ അതിനകത്ത് ഡാൻസിൻ്റെ മിക്സ് ഉണ്ട്. പിന്നെ താളബോധം എനിക്ക് ശരിക്കും ഉണ്ടാക്കി തന്ന ടീച്ചറാണ്, ഇന്ദ്രാണി ടീച്ചറാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഗോപിയുടെ എന്താ പറയുക, നാട്ടിലുള്ള സുഹൃത്തുക്കളും വേണ്ടപ്പെട്ടവരൊക്കെ ഇല്ലാണ്ട് ഈ ഷോ നമുക്ക് പൂർണ്ണമാവില്ലോ. അപ്പോൾ നമുക്ക് ടീച്ചറെ കൊണ്ട് വിളിക്കാം. സന്തോഷം. അടുത്ത ഈ വേദിയിലേക്ക് എത്തുന്നു ഇന്ദ്രാണി ടീച്ചർ, ഗോപിയെ ഡാൻസ് പഠിപ്പിച്ച ഡാൻസ് ടീച്ചർ. അന്ന് മാജിക് കാണിക്കുന്നതിനൊപ്പം തന്നെ ഡാൻസിനും താല്പര്യം ഉണ്ടായിരുന്നു. അന്ന് മാജിക് ഒന്നുമില്ല. അന്ന് മാജിക് ഇല്ല, അതിന് മുമ്പാണ്. മാജിക്കിലേക്ക് ശരിക്കും എൻട്രി എന്ന് പറയുന്നത് ശരിക്കും ടീച്ചറാണ് മലയത്തിനെ പരിചയപ്പെട്ടത്. എങ്ങനെയായിരുന്നു ഡാൻസ് പഠിക്കാനായിട്ട് വന്നത്? അവിടെ അവൻ്റെ വീടിൻ്റെ കുറച്ച് ദൂരമായിട്ടൊരു സ്കൂളുണ്ടായിരുന്നേ, മാമ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ നിറയെ പെൺകുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയ്ക്കൊരു ദിവസം ഇവനും പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഗോപി വന്നു. അന്നേരം ഇവൻ പഠിക്കാൻ തുടങ്ങിയപ്പോൾ പെൺകുട്ടികൾ കളിക്കുന്നതിനെക്കാട്ടിലും നല്ലതായിട്ട് കളിക്കും. ഇവനാണ് ഏറ്റവും നല്ലതായിട്ട് കളിക്കുക. എന്തായിരുന്നു ഭരതനാട്യം സ്റ്റെപ്സ്. അന്നൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഡാൻസുകളും പിന്നെ ശിവതാണ്ഡവും അങ്ങനെ ക്ലാസിക്കൽ. അതെ, കണ്ണ് വലുതായതുകൊണ്ടേ നല്ലതായിട്ട് കളിച്ചിരുന്നു. നല്ല അഭിപ്രായം എല്ലാവർക്കും. ഒരു മുസ്ലിം ഡാൻസ് അല്ല, അലുക്കത്തും കീലുക്കി കൊണ്ടുലഞ്ഞാടി നടക്കുന്നൊരു കുഞ്ഞിപ്പാത്തുമ്മ, അങ്ങനെ ഒരു പാട്ടുണ്ട്. അതിന് തട്ടൊക്കെ ഇട്ട് ഉമ്മ കുട്ടിയുടെ കമ്മലും സ്റ്റേജിൽ ആനിവേഴ്സറിക്കൊക്കെ കളിപ്പിച്ചു. സ്കൂളിൽ അങ്ങനെ പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. പ്രൈസ് എനിക്ക് ഡിസ്ട്രിക്ട് ലെവലിൽ ഭരതനാട്യത്തിനും ഫസ്റ്റ്, ഫോക്ക് ഡാൻസിനും ഫസ്റ്റ്. പിന്നെ ഈ കാതിൽ ഓട്ടയൊന്നുമില്ല. അവർക്ക് ചെറുപ്പത്തിലൊക്കെ കാത് കുത്തുണ്ടായിരുന്നു ആൺകുട്ടികൾക്കൊക്കെ. അപ്പം അതൊക്കെ പോയിരുന്നു. എന്നിട്ട് ഒരു പിന്ന് വെച്ചിട്ട് ഈ ഹോളെ കുത്തി ടീച്ചർ ഇറുക്കലൊക്കെ ഇട്ടിട്ട് കുത്തിയത്. അതെ, പിന്നെ ഒരു പിന്നെ സെപ്റ്റ് പിന്നില്ലേ, അത് കുത്തി നോക്കുമ്പോൾ ഓട്ട വന്നു. അതിൽ ശിവതാണ്ഡവത്തിൻ്റെ രുദ്രാക്ഷത്തിൻ്റെ മണിയൊക്കെ ഇട്ട് അങ്ങനെ ഡാൻസൊക്കെ ചെയ്ത് നല്ല അഭിപ്രായം. ടീച്ചറുടെ ജ്യോതി നൃത്തകലാ കേന്ദ്രമാണ് ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചില ദിവസങ്ങളിൽ പ്രോഗ്രാം കഴിഞ്ഞ് അമ്മേനോട് പറഞ്ഞിട്ട് ടീച്ചർ കൂടെയാണ് നിലമ്പൂർക്ക് പോകും. പിന്നെ എക്സിബിഷന് കളിക്കാൻ പോയപ്പോൾ അവിടെയാണ് എക്സിബിഷന് മലയത്ത്
പ്രോഗ്രാം നടത്താൻ വന്നത്. അപ്പോൾ ഈ മലയത്തിൻ്റെ പ്രോഗ്രാം കണ്ടപ്പോൾ അവന് മാജിക്കിനോടുള്ള മലയത്തുനിന്ന് എനിക്ക് തോന്നുന്നു അന്ന് ഗ്രീൻ റൂമിൽ ഗ്രീൻ റൂമിൽ വന്നതിന് ശേഷം ഒരു ടവല് മിന്നിയിട്ട് വടിയാക്കി. എൻ്റെ മനസ്സിൽ ഈ മാജിക് വിജയേട്ടൻ പഠിപ്പിച്ചിരുന്ന മാജിക്കുകളും കുട്ടിക്കാലത്തുള്ള മാജിക്കുകളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ഗുരു സ്ഥാനത്ത് നിന്ന് പഠിക്കുക എന്നുള്ളൊരു ഇതുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയാണ് മലയത്തിൻ്റെ കഴിവിൻ്റെ തുടങ്ങുന്നത്. അപ്പോൾ മലയത്ത് എന്താണ് ഗോപിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കേൾക്കാം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. ഞാൻ മഞ്ചേരിയിലുള്ള പ്രൊഫസർ കെ എം അലിഖാനിൽ നിന്നും ഏത് രീതിയിലാണോ മാജിക് അഭ്യസിച്ച് തുടങ്ങിയത് അതേ രീതി തന്നെയാണ് ഗോപിക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യത്തിലും ഞാൻ അവലംബിച്ചത്. തുടങ്ങുന്നത് ഞങ്ങൾ ഒരു തുണി കൊണ്ടുണ്ടാക്കിയ ഒരു തുണിപ്പന്ത് നിന്നാണ്. ഒരു ചെറുനാരങ്ങയുടെ വലിപ്പമുള്ളതായ ഒരു തുണിപ്പന്ത് എടുക്കും. ഉദാഹരണത്തിന് ഈ കാണുന്ന ഒരു ചെറുനാരങ്ങ ഒരു തുണിപ്പന്തായി നമുക്ക് സങ്കല്പിക്കാം. ഇതെടുത്തതിന് ശേഷം വലതു കൈയിലേക്ക് പാസ് ചെയ്യും. എന്നതിന് ശേഷം മാജിക്കിൽ ഒരു ബ്ലോ നടത്തി കഴിഞ്ഞ് ജസ്റ്റ് വാനിഷ് എന്ന് പറഞ്ഞാൽ ദിസ് വിൽ വാനിഷ്. അപ്പോൾ ഇത് എങ്ങനെ എന്നുള്ളത് ആദ്യം കാണിച്ചു കൊടുക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായ പ്രാഥമികമായിട്ടുള്ളതായ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായിട്ട് ഗോപി അങ്ങ് പോകും. തുടങ്ങിയതിന് ശേഷം പഠിക്കുന്ന സമയത്ത് വളരെ ടാലൻറ്റഡ് ആയിരുന്നു. ഒരു വിദ്യ കാണിച്ചു കൊടുത്താൽ അത് പഠിക്കാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി അർപ്പണ മനോഭാവം നല്ലോണമുണ്ട്. ഏത് നിസ്സാരപ്പെട്ട ഉപകരണം കിട്ടിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ മാജിക് ആണെങ്കിൽ പോലെയും അതിനെ പൊലിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കാൻ ഗോപിക്ക് നന്നായി കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കത്തിൽ അത് നല്ലൊരു പ്രതിഭയാണ്. മാജിക് രംഗത്തേക്ക് ഉള്ളതായ ഒരു വലിയ എൻ്റെ ഒരു സംഭാവനയായി നാട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സർട്ടിഫിക്കറ്റാണ്. കാരണം ഒരു ഗുരുനാഥൻ ഇങ്ങനെ ഒരു ശിഷ്യനെ പറ്റി പറയുക എന്ന് പറയുമ്പോൾ അതിലപ്പുറം എനിക്ക് വേറെ ഒന്നും നേടാനില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ടച്ച് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മാജിക്കിലേക്ക് എനിക്ക് വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും. അദ്ദേഹം പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ സ്റ്റേജിലേക്ക് പോകുന്ന സമയത്ത്, പെർഫോമൻസിന് വേണ്ടി പോകുന്ന സമയത്ത് അദ്ദേഹം അറിയുന്നുണ്ടാവില്ല. അദ്ദേഹം പെർഫോം ചെയ്യുന്ന സമയത്ത് ഈ സൈഡ് കർട്ടൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് ഞാനത് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ പകർത്തിയെടുക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത്. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ സ്റ്റേജിൻ്റെ ബാക്കിൽ ഉപകരണങ്ങൾ സെറ്റ് ചെയ്യായിരുന്നു. പക്ഷേ അതെനിക്ക് വലിയൊരു പാഠമായിരുന്നു ശരിക്കും. ഞാൻ മാജിക്കിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ വലിയൊരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് മലയ സാറിനാണ്. ഞാൻ മണിയേട്ടൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ടീച്ചർ നമ്മളിങ്ങനെ ഡാൻസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, പിന്നെ മാജിക്കിലേക്ക് വരാനായിട്ടൊരു നിമിത്തമായി ടീച്ചർ മലയത്തിനെ പരിചയപ്പെടുത്തിയത് വഴി. ഏതായാലും ഈ ഷോയിൽ വന്നതിന് ഞങ്ങളുടെ സന്തോഷം അറിയിക്കുകയാണ്. എന്നെ വിളിച്ചതിനും എനിക്ക് സന്തോഷമുണ്ട്.